കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ട് വേളി കെട്ടിട്ടും എന്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? കിളച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞെന്നു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. നീ അത് കാണാതെ കാട്ടുമറവിലൂടക്കരയ്ക്കെങ്ങോ തുഴഞ്ഞുപോയി. കടവത്ത് ഞാൻ മാത്രമായി. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഒന്നുകൊണ്ട് വേളി കെട്ടിട്ടും എന്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? താങ്ക് യു. പാർത്ഥിവ്, എന്തോ ഭയങ്കര വലിയ ആൾക്കാർ പോലെയൊക്കെ ഇന്നാണല്ലോ പാടിയത്. ഇതെന്തായിരുന്നു ഒരു വിറവലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം? ഇപ്പുറത്ത് മൈക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഏത് ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് എന്തൊരു സാധനം ഉണ്ടായിരുന്നില്ല ഷാനിക്ക കയ്യില്? കൊള്ളായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ പ്ലാന്റെ സ്വിച്ച് അവിടെ കിടക്കണം. അതാണ് ഇത് ഇങ്ങനെ ആക്കുമ്പോഴാണ് ആ പ്ലാൻ വർക്കാവ്. ഓക്കെ, അങ്ങനെ. വേറൊരു കാര്യം നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പാർത്ഥിവ് ഈയിടെയായിട്ട് പാട്ടിൽ സീരിയസ് ആയിട്ട് വളരെ നീ സീരിയസ് ആവണ്ട, പാട്ടിൽ സീരിയസ് ആവണ്ട. അതെ, മനസ്സിലായില്ലേ? ആ പാർത്ഥിവിനെ നമുക്ക് ആ പഴയ പാർത്ഥിവ് അത് വേണം. അതാണ് ക്യൂട്ട് പാർത്ഥിവ്. അതെ, ഞങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർത്ഥിവ്. നോക്കൂ, അതാരാ? നമുക്ക് ഈ അങ്കിളിനോട് തന്നെ ചോദിക്കാം. അതെ, പറഞ്ഞു കൊടുക്ക അങ്കിളെ. ശരത് സർ. മക്കളെ ഉഗ്രായിട്ട് പാടി ഓനിന്ന് പാടുന്ന കാണാൻ തന്നെ ഒരു ചന്താണ്. നിന്റെ ആ സംഗതികളും ഉരുട്ടും പെരട്ടും പിന്നെ ആ മേളോട്ടൊക്കെ നോക്കി അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോനെ എവിടാ സ്ഥലം?
ഞാൻ ആക്ച്വലി ദുബായിലാണ്. ആക്ച്വലി ദുബായിലാണ്. ജസ്റ്റ് ദുബായ്. Yeah. ജസ്റ്റ് ദുബായ്. ആക്ച്വലി ദുബായിലാണ്. ആ. സ്കൂളിംഗ് ഒക്കെ അവിടെ. ഉം. ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവിടെയോ? അവിടെ. പിന്നെ എങ്ങനെ മോനെ ഇവിടെ എത്തി? ഇതിനു വേണ്ടിട്ട് വന്നതാ, ഈ ഷോയിന് വേണ്ടിട്ട് വന്നതാ. ഓ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. നല്ല ഒക്കെ മാറി. ഇത് വേറെ ഏതോ വേറെ ഏതോ പാർട്ടി 2.0 സംസാരിക്കണേ. നീ എന്ത് സീരിയസ് ആവണേ? പാർത്ഥിവ് 2.0 ആണത്. പാർത്ഥിവ് തിരിച്ചാ അല്ല അത് എങ്ങനായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മക്കൾ ഇങ്ങനെ അല്ലായിരുന്നോ മുമ്പ്? ഇപ്പൊ നേരത്തെ പണ്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ എന്താ പണ്ടെന്ന് പറയുമ്പോ ഒരു 30 വർഷം മുമ്പ് കൂടുതൽ ഇങ്ങനെ ടഫ് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കും. പണ്ട് ഇപ്പൊ ശരത്തേട്ടൻ ചോദിക്കാണ്, നീ ദുബായിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പ്ലെയിനില്. അതായിരുന്നു പഴയ പാർത്ഥിവ്. ഇപ്പം ഇതിനു വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഈ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി. കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമല്ലോ. അതോ നമ്മുടെ ആവശ്യം പോലെ. എന്ത് മക്കളെ കുഞ്ഞെ, മോൻ ഇങ്ങനൊന്നും അല്ലെന്നാ ഇവര് പറയുന്നത്. ആണ് സത്യമൊക്കെ തന്നെ. പക്ഷെ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിട്ട് വരില്ല, അപ്പൊ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്യണ്ട. അല്ല സംസാരത്തിൽ എന്തിനാ അങ്ങനെ ടൈറ്റ് ആവുന്നത്? അത് പാട്ടില് മതിയെന്ന്. പാട്ടില് മതി. അതെ, പാട്ടില് മാത്രം സംസാരിക്കാൻ കൂളായിട്ട് സംസാരിക്കും. ഉം. ഒരു വാല് ചെക്കനാന്നാ പറഞ്ഞത്. ആണോ? വേണേ ഞാനിതിപ്പോ തൽക്കാലത്തേക്കൊന്ന് അടക്കി വെച്ചിരിക്കുകയാണ്. വേണേ അത് തിരിച്ച് പുറത്തെടുക്കട്ടെ ഞങ്ങള്. പുറത്തെടുത്ത്. ഓക്കെ, ഇനി സാർ ചോയ്. എന്നെ എനിക്ക് വയ്യ, പേടിയാ. മക്കളെ നന്നായിട്ട് പാടി മോനെ. ഉഗ്രായിട്ട് പാടി. മോൻ ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തെന്ന്? ഇത് രൂപ സാറും രജി മാമും സെലക്ട് ചെയ്തു. അല്ല കുഞ്ഞിന്റെ ഇഷ്ടമല്ല ഇത്. അല്ല, എന്നാലും എനിക്ക് പിന്നെ കേട്ട് പാട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. കേട്ട് നല്ല പാട്ടാ മക്കളെ, നല്ല പാട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും കുഞ്ഞ് നന്നായിട്ട് പാടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഒരു പ്രായത്തില് ഇത്രയും പാടിയില്ല. ഉള്ള സംഗതിയൊക്കെ കയ്യിലും തൊണ്ടയിലും ഒക്കെ വരുത്തി. എന്ത് സ്ട്രെയിനാന്നറിയാമോ ഹരി? നമ്മള് തൊണ്ട കൊണ്ട് പാടുന്നത് എന്ത് കഷ്ടം. അതിന്റെ കൂടെ കയ്യും കൂടെ വരണം, എന്നില്ലെങ്കിൽ കുഞ്ഞാകെ ഡെസ്പാവും. അതെ, ചിലർക്ക് കയ്യില് മാത്രമേ വരുള്ളൂ. അത് തന്നെ. പക്ഷെ ഇത് കയ്യിലും തൊണ്ടയിലും വന്നു. ഒരേ സമയം. അതെ, അറ്റ് എ ടൈം ഒരേ സമയത്ത് വന്നു. മോൻ ദുബായിൽ നിന്നും വന്നു അല്ലേ? ചിരിച്ചണ്ട. അതാ മറ്റോ തിരിച്ചു വരുന്നുണ്ട്. അതെ, ചെറുത്. മക്കളെ ചക്കരെ ഓൾ ദി ബെസ്റ്റ്. എല്ലാം നന്മയുണ്ടാവട്ടെ മക്കൾക്ക് കേട്ടോ. താങ്ക് യു ശരത് സാർ. ഷാനിക, പാർത്ഥിവ അടിപൊളിയായിട്ട് പാടിയടാ നീ. പാർത്ഥിവ് പാടിയ കൊമ്പിളിൽ വിളമ്പിയ പൈമ്പാല് പോലൊന്നൊരു ഞാൻ, അത് ഭയങ്കര രസമായിരുന്നു എന്റെ പാർത്ഥിവേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ അമ്പിളിക്കിണ്ണത്തെ ഒരു സംഭവം വന്നില്ലേ? അയ്യോ, ഭയങ്കര ക്യൂട്ടാണ് പാർത്ഥിവ നീ. ഭയങ്കര രസമാണ് പാർത്ഥിവ അവിടെ നിന്ന് പാടുന്നത് കേൾക്കാൻ. ഒരു സന്തോഷം എന്താ വെച്ചാൽ ഇതുപോലത്തെ കുറെ പ്ലാൻസും കാര്യങ്ങളും സംഗതികളൊക്കെ ഉള്ള പാട്ടുകൾ പാർത്ഥിവ് ഇപ്പം ഒരുവിധം അനായാസമായിട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിട്ട് നീ കയ്യോ കാലോ എന്താ വേണം വെച്ചാൽ നീ വിറപ്പിച്ചോ, സംഭവം ക്ലീൻ ആയിട്ട് പുറത്ത് വന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ തന്നെ പോട്ടെ. ഓൾ ദി ബെസ്റ്റാ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ പൊളിച്ചില്ലേ പാർത്ഥിവ്? കാലക്കി. മാർക്ക് കിട്ടി തുടങ്ങി അന്ന് തൊട്ട് പാർത്ഥിവ് വേറൊരു മൂഡിലായി. അതെ, എനിക്ക് മോനെ നന്നായിട്ട് എന്ത് പറയാനാ, ഈ പ്രായത്തില് നീ അടിച്ചു പൊളിച്ച് പാടി. നല്ല ഉഗ്രം പാട്ട്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയത് ഈ പെട്ടെന്ന് മോൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മോൻ ആ ലാൻഡിങ് ഇത് അനുപല്ലവി തുടങ്ങുന്നതിന് മുമ്പ് തീർക്കില്ല നമ്മള്, അതൊന്ന് പാടാവോ? കണ്ണ് നട്ട് കാത്തിരുന്നിട്ട് പൊന്നുകൊണ്ട് വേലി കെട്ടിട്ടും എന്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ആ കുറച്ചുകൂടി നീട്ടണം. ആരാണ് ആ കേട്ടാ, അങ്ങനെ കുറച്ചുകൂടി നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്കത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഇവന്റെ ഓരോ എന്റെ അടിപൊളി രസമായിരുന്നു അത് കേൾക്കാൻ. കരച്ചിൽ, അതും കറക്റ്റ് ഭയങ്കര പാടാ കിട്ടാൻ.
ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. നമുക്കിനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, ഷാനിക. പാർത്ഥിവ് എന്തോ 8.5. താങ്ക് യു സാർ. സൂപ്പർ. ഹരിച്ചേട്ടാ സെയിം 8.5. താങ്ക് യു സാർ. 17 മാർക്സ് ഇപ്പൊ കിട്ടി. ഇനി ഒരു മാർക്ക് എവിടെയാ? ശരത് സാറിന്റെ കയ്യിൽ കയ്യില് ദേ തുണ്ടിലിരിക്കുന്നു. ഇനി ആ പാട്ടൊക്കകത്ത് ഇട്ട് വെച്ചിട്ട് എല്ലാം കൂടെ ഇരുന്ന് കുണിക്കിട്ട് ഏതാ പാട്ട്? ഞാൻ മുമ്പ് ഇരിപ്പുണ്ട് പാട്ട്. ഗ്ലാസ് പട്ട. ഗ്ലാസ് പാട്ട. ക്ലാസ് പാട്ട്. ഓക്കെ. പാട്ടൊക്കകത്ത് ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തുറക്കുന്നു. അതെ, അത് വിരിയും അതിനകത്ത്. അതെ, പൂവ് വിരിയുന്ന പോലെ. അതെ. പ്രാർത്ഥിക്കേ, നല്ല മാർക്കാ. പ്രാർത്ഥിക്കേ. നല്ല മാർക്ക് ആവണേ ഈശ്വരാ. ഈശ്വരാ. എന്നാ ഞാൻ നല്ല മാർക്ക് ആക്കിയേക്കാം. അയ്യോ, കുറച്ചാണോ? ഇല്ല അങ്ങനെ ഒരിക്കലും കൂട്ടി കൂട്ടി. പിന്നെ ജെനുവിനായിട്ട് പ്രാർത്ഥിച്ചത് ഏറ്റ്. ഒന്നും കൂടെ പ്രാർത്ഥിച്ചു നോക്കിയാലോ? വേണ്ട പാട്ടൊക്കകത്തിട്ട്. പിന്നെ ഇച്ചിരി ഓവറായി പോവും. പാട്ടൊക്കകത്തിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇനി രാജാ സാറിന്റെ പാട്ട് നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, നേരെ പോയി പ്രാക്ടീസ് ചെയ്തു. ബൈ. ബൈ.